ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് എടുക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും നാൾ നിങ്ങൾ കണ്ടുപരിചയിച്ചൊരു മുഖം എല്ലാം ഇവിടെ നിൽക്കുന്നത് അല്ലേ? ഇത്രയും നാൾ നിങ്ങൾ നവ്യ ടീച്ചറാണ് കണ്ടിരുന്നത്. ഇപ്പൊ നവ്യ ടീച്ചർക്ക് പകരം വേറൊരു വ്യക്തിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഫാസിൽ എന്നാണ്. ഇവിടെ ഞാൻ സോഷ്യൽ എടുക്കുന്നത്. ഞാനും നവ്യ ടീച്ചറും ചേർന്നാണ് ഇവിടെ സോഷ്യൽ സയൻസ് എടുക്കുന്നത്. നമ്മുടെ ഓഫ്ലൈനിലുള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റും, ഞാനും നവ്യ ടീച്ചറും ചേർന്നാണ് സോഷ്യൽ എടുക്കുന്നത്. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ ഞാൻ എടുക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൺലൈനായിട്ട് കാണുന്നവർ അറിഞ്ഞിരിക്കുക, എന്റെ പേര് ഫാസിൽ എന്നാണ്. ഞാനിവിടെ സോഷ്യൽ സയൻസ് ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മള് 2ാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. ഓക്കെ, ഒരു ചാപ്റ്ററിന് മാത്രമേ ചാപ്റ്റർ വീഡിയോ വരാത്തുള്ളൂ. ആ 2ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കാനുള്ളത്. ആ ചാപ്റ്ററിന്റെ പേരെന്താണ്? ടുവാർഡ്സ് ദി എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെന്റ് എന്നാണ് പാഠത്തിന്റെ പേര്. ഓക്കെ, ഞാൻ സമയം ഒട്ടും കളഞ്ഞ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. നാളെ പരീക്ഷയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യണം, ചാപ്റ്റർ എടുത്ത് മുന്നോട്ടേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിന്റെ പേര് ടുവാർഡ്സ് ദി എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെന്റ് എന്നാണ്. അഥവാ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആരംഭത്തിലേക്ക്, ദേശീയ സമരത്തിന്റെ ആരംഭത്തിലേക്ക് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ദേശീയ സമരങ്ങളിലേക്ക്, സ്വാതന്ത്ര്യ സമരങ്ങളിലേക്ക് വഴിതെളിച്ച കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം എന്താണ് ദേശീയ സമരം, എന്താണ് സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അറിയാവുന്നവരാണ് നിങ്ങൾ അല്ലേ? നമുക്കറിയാം 1947 മുൻപ് വരെ നമ്മൾ എന്തായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ഒരു കോളനി ആയിരുന്നു അല്ലെ? ബ്രിട്ടീഷുകാർ നമ്മളെ അടക്കി ഭരിച്ചിരുന്നു. അടിമകളെ പോലെ അടക്കി ഭരിച്ചിരുന്നവരാണ് ബ്രിട്ടീഷുകാർ. അപ്പോൾ അവർക്കെതിരായ സമരങ്ങൾ നടത്തിക്കൊണ്ട് അവരിൽ നിന്ന് നമ്മുടെ സ്വാതന്ത്ര്യം തിരികെ പിടിക്കാൻ നടത്തിയ ശ്രമങ്ങളെയാണ് സ്വാതന്ത്ര്യ സമരം അഥവാ ദേശീയ സമരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ദേശീയ സമരം തുടങ്ങാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെയാണ് ഈ ദേശീയ സമരങ്ങൾ തുടങ്ങിയത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ദേശീയ സമരം ഉണ്ടായി വന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ മക്കളെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അഥവാ പാശ്ചാത്യ വിദ്യാഭ്യാസമാണ്. എന്താണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ? പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, വിദ്യാഭ്യാസം എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇനി വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ വേറൊന്നുമല്ല, നമ്മള് ലോകത്തിനെ ഈസ്റ്റേൺ വേൾഡ് എന്നും വെസ്റ്റേൺ വേൾഡ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കിഴക്കൻ ലോക രാജ്യങ്ങളെന്നും പടിഞ്ഞാറൻ ലോക രാജ്യങ്ങളും എന്ന് ലോകത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതില് ഈ ബ്രിട്ടൻ അടങ്ങുന്ന, ഇംഗ്ലണ്ട് അടങ്ങുന്ന യൂറോപ്യൻ ശക്തികളൊക്കെ എന്താണ്, പടിഞ്ഞാറൻ ലോക രാജ്യങ്ങളാണ്. നമ്മുടെ ഇന്ത്യയൊക്കെ കിഴക്കൻ ലോക രാജ്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഈ പടിഞ്ഞാറൻ ലോകരാജ്യങ്ങളായ ബ്രിട്ടനൊക്കെ അവരുടെ വിദ്യാഭ്യാസ സംസ്കാരം ഇവിടെ നടപ്പിലാക്കാൻ തുടങ്ങി. അതാണ് ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് തന്നെ പോകാം. അതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പറയാനായിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ എന്താണ്, പരീക്ഷ ഓറിയന്റഡ് ആയിട്ട് എക്സാം ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കി പോയാൽ മതി. ഓക്കെ, എന്താണ്, അപ്പോൾ 19ാം നൂറ്റാണ്ടിലാണ് മോഡേൺ എഡ്യൂക്കേഷൻ, ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ തുടങ്ങിയത്. ഏത് നൂറ്റാണ്ടിലാണ്? 19ാം നൂറ്റാണ്ടിലാണ്. 19th സെഞ്ചുറിയിലാണ്, 19ാം നൂറ്റാണ്ടിലാണ്. ഈ 19ാം നൂറ്റാണ്ടിൽ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, മോഡേൺ എഡ്യൂക്കേഷൻ അഥവാ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മക്കളെ അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്ത്യക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഓക്കെ, അപ്പോ അതാണ് ഒരു വിദ്യാഭ്യാസ പദ്ധതി. ഓക്കെ, ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം. എന്തിനാ ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തീരുമാനിച്ചേ? ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടാനാണോ? ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ പ്രബുദ്ധരാക്കാനാണോ? അല്ലല്ലോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർക്ക് ഇവിടെ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമൂഹമാക്കി മാറ്റണം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ, ഇന്ത്യയിൽ വളർന്നു വരുന്ന സമൂഹത്തെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നിൽക്കുന്ന, ബ്രിട്ടീഷുകാരോട് അനുകമ്പ കാണിക്കുന്ന, ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റാം. ഓക്കെ, അപ്പോ ഇന്ത്യക്കാരായി ജനിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ ഉണ്ടാക്കിയെടുക്കണമായിരുന്നു. അതിനു വേണ്ടിയാണ് അവർ ഇത് നടപ്പിലാക്കിയത്, ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. അങ്ങനെ അവർ ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കി എങ്കിലും അവരുദ്ദേശിച്ച ഫലപ്രാപ്തി കിട്ടിയോ? ഇല്ല. കാരണം ഇന്ത്യക്കാര് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയപ്പോ ബ്രിട്ടീഷുകാരെന്താ വിചാരിച്ചേ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടുമ്പോ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ട് ഇന്ത്യക്കാര് മാറുമെന്നാ വിചാരിച്ചേ. പക്ഷെ നടന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. നേരെ തിരിച്ചാണ് കാര്യങ്ങൾ നടന്നത്. എന്താ സംഭവിച്ചേ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യക്കാർക്ക് കിട്ടിയപ്പോൾ അവര് ജനാധിപത്യം, ഡെമോക്രസിയെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അവര് സ്വാതന്ത്ര്യത്തെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അവര് ജസ്റ്റിസ്, നീതിയെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. എഗാലിറ്റേറിയനിസത്തെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ശാസ്ത്രീയ ചിന്ത, സയന്റിഫിക് ടെമ്പറിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അവർ അവരുടെ അവകാശങ്ങളെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ അവർക്കുള്ള അവകാശങ്ങളെ പറ്റി, സ്വാതന്ത്ര്യത്തെ പറ്റി, അവരുടെ നീതിയെ പറ്റി, ജനാധിപത്യ ബോധത്തെ പറ്റി, ശാസ്ത്രീയ ബോധത്തെ പറ്റി എല്ലാം ചിന്തിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും തുടങ്ങി. അപ്പോ അവർക്ക് മനസ്സിലായി, ഞങ്ങളെല്ലാം അടിമകളെ പോലെ കഴിയുകയാണ്. ഇങ്ങനെ കഴിയുകയല്ല, ഞങ്ങൾക്കും അവകാശങ്ങളുണ്ട്.
ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടവരല്ല, ഞങ്ങൾ ഇതിനെതിരെ പോരാടേണ്ടവരാണെന്ന് സ്വയം ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണോ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്? അല്ല, അവർ നടപ്പിലാക്കിയത് വേറൊരു അർത്ഥത്തിലാണ്. പക്ഷെ ഇതൊക്കെയാണ് നടന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. അപ്പോ ഇന്ത്യക്കാര് ഈ പുതിയ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു വന്നപ്പോൾ, മനസ്സിലാക്കി വന്നപ്പോൾ അവർ തന്നെ അത്ഭുതപ്പെടുകയാണ്. വണ്ടേഡ്, അവർ തന്നെ അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയാണ് ഇന്ത്യക്കാർ ഇങ്ങനെ അടിമകളായി കഴിയുന്നത്? നമ്മൾ എന്തിനാണ് ഈ ബ്രിട്ടീഷുകാരുടെ അടിമകളായി കഴിയുന്നതെന്ന് അവർ ചിന്തിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അവർ തന്നെ സ്വയം എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണം, ബ്രിട്ടീഷ് ഭരണം നാടിന് ആപത്താണ്, നമ്മൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? അതിനെതിരെ ശക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാണ്. ബ്രിട്ടീഷ് ഭരണം ഇല്ലാതാക്കേണ്ടതിന്റെ, അതിനെ ഒഴിവാക്കേണ്ടതിന്റെ, അവിടെ നിന്ന് സ്വാതന്ത്ര്യം നേടേണ്ടതിന്റെ ആവശ്യകത അവർ പരസ്പരം പറഞ്ഞും മനസ്സിലാക്കാനും തുടങ്ങി. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല ഭാഷകളാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ മലയാളമാണെങ്കിൽ നമ്മൾ സൗത്ത് ഇന്ത്യയിൽപ്പെട്ടവരാണ് കേരളം, തമിഴ്നാട്, കർണാടക. ഈ കേരളത്തിൽ മലയാളം, തമിഴ്നാട്ടിൽ തമിഴ്, കർണാടകത്തിൽ കന്നഡ, ഇതൊക്കെയാണ് സംസാര ഭാഷ. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും മലയാളവും കന്നഡയും തമിഴും എന്ന് അറിഞ്ഞുകൂടാ. ഇനി കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയാൽ അവിടെ മറ്റു പല ഭാഷകളുണ്ട്. ആസാമീസ് ഉണ്ട്, ഉറുദു ഉണ്ട്, തെലുങ്ക് ഉണ്ട്, ബംഗാളി ഉണ്ട്, ഹിന്ദി ഉണ്ട്, മറാഠി ഉണ്ട്, ഗുജറാത്തി ഉണ്ട്, അല്ലെ? ഇത്തരത്തിൽ പല പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ്. പാലി ഭാഷയുണ്ട്, പ്രാകൃത ഭാഷയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ പല പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാർ, അല്ലെ? ഇന്ത്യയുടെ പ്രത്യേകത തന്നെയാണ്. ഇന്ത്യയിലെ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്, അല്ലെ? ഇന്ത്യക്കാർക്ക് ഒരേ സംസ്കാരമല്ല, ഒരേ ഭാഷയല്ല, ഓരോ നാട്ടിലും ഓരോ ഭാഷകളും ഓരോ സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തില് പല ഭാഷകളും പല സംസ്കാരങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെ? ഞാൻ പറയുന്ന കാര്യം എനിക്ക് ബംഗാളി പോയാൽ മലയാളത്തിൽ പറഞ്ഞ ബംഗാളികൾക്ക് മനസ്സിലാവോ? ഇല്ല. ബംഗാളികൾ ഇവിടെ വന്നിട്ട് അവരുടെ ഭാഷയിൽ സംസാരിച്ച് എനിക്ക് വല്ലതും മനസ്സിലാവോ? ഇല്ല. അപ്പോ ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് തന്നെ അവരുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് ഭാഷ വലിയൊരു പ്രശ്നമായിരുന്നു. ആ സമയത്താണ് ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുന്നത്, ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് കോമൺ ആയിട്ട് മനസ്സിലാവുന്ന ഭാഷ അവരെന്താക്കി ഉപയോഗിച്ചു? ഇംഗ്ലീഷ് ആയിട്ട് ഉപയോഗിച്ചു. ഓക്കെ, അപ്പൊ കേരളത്തിലുള്ള ഒരാൾക്ക് എന്താണ്, ബംഗാളിലുള്ള ഒരാളോട് സംസാരിക്കണമെങ്കിൽ അവർ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത്തരത്തില് ഇംഗ്ലീഷിലൂടെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടെ ആശയങ്ങൾ രാജ്യത്ത് മൊത്തം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി, വ്യാപിപ്പിക്കാൻ തുടങ്ങി. അതാണ് ഈ പറയുന്നത് ഇംഗ്ലീഷ് became the common language of exchange of ideas or the people coming from different parts of the country. ഓക്കെ, രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്ന് ആളുകൾക്കിടയിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഷയായിട്ട് ഏത് ഭാഷ മാറി? ഇംഗ്ലീഷ് ഭാഷ മാറി. ഏത് ഭാഷ മാറി? ഇംഗ്ലീഷ് ഭാഷ മാറി. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ആളുകളുടെ സാമ്പത്തികമായ പിന്നാക്കമുള്ള അവസ്ഥയും അതുപോലെ സാമൂഹികമായ പിന്നാക്കാവസ്ഥയും ജനങ്ങൾ തിരിച്ചറിയാൻ, ഇന്ത്യക്കാരുടെ സ്വയം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അവസ്ഥയും സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന അവസ്ഥയും സ്വയം തിരിച്ചറിയാൻ ഇന്ത്യക്കാരെ പ്രാപ്തരാക്കിയത് എന്താണ്? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അഥവാ പാശ്ചാത്യ വിദ്യാഭ്യാസമാണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. ഇത്രയുമാണ് ഇതിൽ പറയുന്നത്. സെറ്റല്ലേ? അപ്പോ ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല, അല്ലെ? അവരുദ്ദേശിച്ചത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹമായിട്ട് ഇന്ത്യക്കാർ മാറണം എന്നാണ്. പക്ഷെ നടന്നത് എന്താണ്? ഇന്ത്യക്കാര് സ്വയം തിരിച്ചറിയാൻ തുടങ്ങി നമ്മുടെ അവകാശങ്ങളെ പറ്റി, നമ്മുടെ സ്വാതന്ത്ര്യത്തെ പറ്റി, നമുക്ക് ലഭിക്കേണ്ട നീതിയെ പറ്റി, നമുക്കുള്ള അവകാശങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സ്വയം അത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കാനായിട്ട് തുടങ്ങി, അല്ലെ? ഇനി ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പർ അടുത്ത ടോപ്പിക്കാണ്. എങ്ങനെയാണ് ലിറ്ററേച്ചർ? ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ മക്കളെ സാഹിത്യം. സാഹിത്യം എന്ന് പറഞ്ഞാൽ കഥ, കവിത, നോവൽ പോലുള്ള എഴുത്തുകളെയാണ് ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത്. അടുത്തത് ന്യൂസ് പേപ്പർ, വർത്തമാന പത്രങ്ങൾ. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പത്രങ്ങളുണ്ട്. ദേശാഭിമാനി, മാതൃഭൂമി, മലയാള മനോരമ, കേരള കൗമുദി, ജന്മഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രഭാതം പോലെയുള്ള, ചന്ദ്രിക പോലെയുള്ള ഒരുപാട് ന്യൂസ് പേപ്പർ നമ്മുടെയൊക്കെ വീടുകളിൽ വരുന്നതാണ്, അല്ലെ? അപ്പോ സ്വാതന്ത്ര്യ സമരത്തില് ഈ സാഹിത്യവും വർത്തമാന പത്രങ്ങളും ന്യൂസ് പേപ്പറും വഹിച്ച പങ്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഈ രാജ്യത്തുടനീളം ദേശീയത, നാഷണാലിസം പരത്തുന്നതിന് വലിയ പങ്ക് വഹിച്ച സാധനങ്ങളാണ് മക്കളെ ലിറ്ററേച്ചറും ന്യൂസ് പേപ്പറും. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ നാഷണാലിസം? എന്താണ് ഈ ദേശീയത? നമുക്ക് എല്ലാവർക്കും അറിയാം ദേശീയത എന്താണ്? ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിലുള്ള ഐക്യബോധം. നമ്മൾ ഇന്ത്യക്കാരാണ്, നമുക്കിടയിൽ എന്താണ്, എല്ലാവർക്കും ഐക്യബോധമുണ്ട്, നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ള ബോധം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തോട് അടങ്ങാത്തൊരു സ്നേഹമുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഈ നാഷണാലിസം എന്ന് പറയുന്നത്. ഓക്കെ, ദേശീയത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ദേശീയത പ്രചരിപ്പിക്കാനും ഈ ദേശീയതയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും സഹായിച്ച വലിയൊരു വിഭാഗമാണ് മക്കളെ ഏത്? ലിറ്ററേച്ചർ, സാഹിത്യവും ന്യൂസ് പേപ്പർ അഥവാ വർത്തമാന പത്രങ്ങളും എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പല അഭിപ്രായങ്ങളും വർത്തമാന പത്രങ്ങളിലൂടെയും സാഹിത്യ രൂപങ്ങളിലായിട്ട് ജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങി. അവരനുഭവിക്കുന്ന ദുരിതവും ബുദ്ധിമുട്ടും ജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങി. ഇത്തരത്തില് പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി, ജനങ്ങളിലേക്ക് പല വിധേനയും കഥയായും കവിതയായും നോവലായും നാടകമായിട്ടും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങി. അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങളിലും ഇത് അച്ചടിച്ച് വരാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോ ഇത്തരത്തില് ഇന്ത്യക്കാർ അനുഭവിക്കുന്ന പല ഭാഗങ്ങളും പല കാര്യങ്ങളും നമ്മുടെ പേപ്പറിലും ന്യൂസ് പേപ്പറുകളിലും അതുപോലെ തന്നെ ലിറ്ററേച്ചർ അഥവാ സാഹിത്യത്തിലും വരാൻ തുടങ്ങി. അപ്പോ അന്നത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരും അവരേത് ഭാഷയിലെ എഴുത്തുകാരാണെന്നുള്ള ഈ ഒരു ടേബിൾ പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ വൺ വേർഡ് ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. ഇത് പഠിക്കണം. അവരുടെ പേരും അവരേത് നാട്ടിലുള്ളവരാണെന്നും പഠിക്കണം. ഒന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി, മറ്റൊന്ന് രബീന്ദ്രനാഥ് ടാഗോർ. ഇവരെ രണ്ടുപേരെയും പേര് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രബീന്ദ്രനാഥ് ടാഗോറും. ഇവർ ഏത് ഭാഷയിൽ എഴുത്തുകാരാ? ബംഗാളി. ഇവർ ഏത് ഭാഷയിൽ എഴുത്തുകാരാണ്? ബംഗാളി ഭാഷയിൽ എഴുത്തുകാരാണ്. അടുത്തത് ലക്ഷ്മിനാഥ് ബെസ്ബാറുവ. ലക്ഷ്മിനാഥ് ബെസ്ബാറു ഏത് ഭാഷയാണ്? ആസാമീസ്. ലക്ഷ്മിനാഥ് ബെസ്ബാറു ഏത് ഭാഷയാണ്? ആസാമീസ് ആണ്. അടുത്തത് വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ. ഇയാളുടെ പേരെന്താ? വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ. അത് മറാത്തി ഭാഷയാണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ ഏത് ഭാഷയിലാണ് കൃതി എഴുതിയിരുന്നത്? മറാത്തി ഭാഷയിലാണ് കൃതി എഴുതിയിരുന്നത്. ഇനി സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതി ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതേത് ഭാഷയാണ്? തമിഴാണ്. തമിഴ് ഭാഷയാണ്. അടുത്തത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രനും പ്രേംചന്ദും. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, പ്രേംചന്ദ്, ഇവർ രണ്ടുപേരും മക്കളെ ഹിന്ദി ഭാഷയിൽ കൃതി എഴുതിയവരാ. ഏത് ഭാഷയിൽ കൃതി എഴുതിയവരാ? ഹിന്ദി ഭാഷയിൽ കൃതി എഴുതിയവരാ. അടുത്തത് അൽത്താഫ് ഹുസൈൻ അലി. അൽത്താഫ് ഹുസൈൻ അലി ഏതാണ്? ഉറുദു ഭാഷയിലാണ്. ഇനി നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ. നമുക്ക് എല്ലാവർക്കും അറിയാം വള്ളത്തോൾ നാരായണ മേനോൻ ഏത് ഭാഷയിലാ? മലയാളം ഭാഷയിലെ പ്രധാനപ്പെട്ട കൃതിയാണ്. മലയാളി ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനായിരുന്നു ആര്? വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറയുന്നത്. അപ്പോ ഇതെല്ലാം നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചേക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ വൺ വേർഡ് ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് മക്കളെ ഇനി ന്യൂസ് പേപ്പറുകളെ പറ്റി പറയാം. ഇപ്പൊ സാഹിത്യത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നമ്മൾ ന്യൂസ് പേപ്പറുകളെ പറ്റി പറയാണ്. അപ്പോ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ പ്രാദേശിക ഭാഷ. പ്രാദേശിക ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഭാഷ. നമ്മൾ സംസാരിക്കുന്ന നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാദേശിക ഭാഷ ഏതാണ്? മലയാളം. തമിഴ്നാട് ഉണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത്. തമിഴ്നാട്ടിലെ പ്രാദേശിക ഭാഷ ഏതാണ്? തമിഴ്. നമ്മുടെ മുകളിൽ കർണാടക ഉണ്ട്. അവരുടെ പ്രാദേശിക ഭാഷ ഏതാണ്? കന്നഡം. ഇത്തരത്തില് ഓരോ നാട്ടിലും സംസാരിക്കുന്ന ഭാഷയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? പ്രാദേശിക ഭാഷ അഥവാ റീജിയണൽ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ആ സമയത്ത് ഇംഗ്ലീഷിലായാലും പ്രാദേശിക ഭാഷകളിലായാലും ഒരുപാട് പത്രങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അച്ചടിച്ചിറക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ന്യൂസ് പേപ്പർ അച്ചടിച്ചിറങ്ങിയത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പത്രപ്രവർത്തനം തുടങ്ങിയ വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, രാജാറാം മോഹൻ റോയുടെ രണ്ട് പത്രങ്ങളുടെ പേര് പഠിക്കണം. ഒന്ന് സംവാദ് കൗമുദി. ഒന്ന് ഏതാടാ? സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ആദ്യത്തെ പത്രമാണ് മക്കളെ സംവാദ് കൗമുദി. അതേത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. അതേത് ഭാഷയിലാടാ? ബംഗാളി ഭാഷയിലാണ്. ഇനി രാജാറാം മോഹൻ റോയ് തുടങ്ങിയ അടുത്തൊരു പത്രമാണ് മക്കളെ മിറാത്തുൽ അക്ബർ. രാജാറാം മോഹൻ റോയ് തുടങ്ങിയ അടുത്തൊരു പത്രം ഏതാടാ? മിറാത്തുൽ അക്ബർ ആണ്. അത് പേർഷ്യൻ ഭാഷയിലാണ്. അതേത് ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിലാണ്. അപ്പോ രാജാറാം മോഹൻ റോയുടെ പത്രങ്ങൾ നോക്കി വെക്കണം. ഇന്ത്യയിൽ പത്രപ്രവർത്തനം തുടങ്ങിയത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയുടെ സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുമാണ്. സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുമാണ് ആരംഭിച്ചത്. ഓക്കെ, അപ്പോ ഈ പത്രങ്ങളെല്ലാം ബ്രിട്ടീഷ് നയങ്ങളെ, ബ്രിട്ടീഷ് പോളിസീസിനെ വിമർശിക്കാൻ തുടങ്ങി. അതുപോലെ രാജ്യസ്നേഹം പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്കിടയിൽ എന്താണ് ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത വളർത്താനും ശ്രമിച്ചു. ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരെ, സാമ്പത്തിക ചൂഷണങ്ങൾക്കെതിരെയും സാമൂഹിക ചൂഷണങ്ങൾക്കെതിരെയും നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകതയും ഉയർത്തിപ്പിടിച്ചതാണ് മക്കളെ എന്ത്? ഈ പറയുന്ന വർത്തമാന പത്രങ്ങൾ അഥവാ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. സെറ്റാണോ? സെറ്റാണോ? ഇതൊക്കെ നോക്കി വെക്കാം. പരീക്ഷയ്ക്ക് 2 മാർക്കായിട്ടോ 3 മാർക്കായിട്ടോ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് എസ്സേ 4 മാർക്ക് വരെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
അടുത്തത് മക്കളെ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പേഴ്സും അത് ഏത് ഭാഷയിൽ അച്ചടിച്ചിറക്കിയെന്ന് നമുക്ക് നോക്കണം. ആദ്യത്താണ് മക്കളെ അമൃത് ബസാർ പത്രിക. അമൃത് ബസാർ പത്രിക ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. അമൃത് ബസാർ പത്രിക ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷ. അടുത്ത ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, ഇത് രണ്ടും ഇംഗ്ലീഷ് ഭാഷയിലാണ്. ദി ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. മാതൃഭൂമി, അൽ അമീൻ, ഇത് രണ്ടും നമുക്കറിയാവുന്ന പോലെ ഏത് ഭാഷയാണ്? മലയാളത്തിലാണ്. ഓക്കെ, അപ്പൊ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇറക്കിയിരുന്ന പ്രധാനപ്പെട്ട പത്രങ്ങളും അത് ഏത് ഭാഷയിലാണെന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തേതാണ് അമൃത് ബസാർ പത്രിക. അമൃത് ബസാർ പത്രിക ഏത് ഭാഷയിലാ? ബംഗാളി ഭാഷയിലാണ്. അടുത്ത ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, ഈ രണ്ട് പത്രങ്ങളും നമുക്കറിയാവുന്ന പോലെ ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ്. പിന്നെ നമ്മുടെ മലയാളത്തിൽ സ്വന്തം ഭാഷയിൽ ഇറക്കിയ പത്രങ്ങൾ ഏതൊക്കെയാണ്? മാതൃഭൂമിയുണ്ട്, അൽ അമീൻ ഉണ്ട്. ഇത് രണ്ടും ഏത് ഭാഷയിലാണ്? മലയാളത്തിലാണ് അച്ചടിച്ചിറക്കിയത്. ഏത് ഭാഷയിലാണ്? മലയാളത്തിലാണ് അച്ചടിച്ച് ഇറക്കിയത്. ഓക്കെ, അടുത്തത് മക്കളെ സോഷ്യൽ റീഫോം മൂവ്മെന്റ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കണം. അപ്പോ സമൂഹത്തിലുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കി, സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കി, സമൂഹത്തെ നന്നാക്കാൻ ശ്രമിച്ചതിനെയാണ് മക്കളെ സാമൂഹിക പരിഷ്കരണം എന്ന് പറയുന്നത്. സോഷ്യൽ റീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്ത്, സമൂഹത്തിലെ തിന്മകളെ ചോദ്യം ചെയ്ത്, സമൂഹത്തെ നന്നാക്കാൻ ശ്രമിക്കുന്നതിനെ, സമൂഹത്തെ ആധുനികവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനെ, സമൂഹത്തെ പുതിയ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ്, സോഷ്യൽ റീഫോർമേഷൻ, സാമൂഹിക പരിഷ്കരണം എന്ന് വിളിക്കുന്നത്. അതിനുവേണ്ടി ശ്രമിച്ച വ്യക്തികളെ സോഷ്യൽ റീഫോമേഴ്സ് എന്ന് വിളിക്കുന്നു, സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് വിളിക്കുന്നു. അതിനുവേണ്ടി അവർക്കുണ്ടാകുന്ന സംഘടനകളെ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് അഥവാ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? സമൂഹത്തിലെ തെറ്റുകളെല്ലാം ഇല്ലാതാക്കി സമൂഹത്തെ പുതിയ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചതിനെ സോഷ്യൽ റീഫോർമേഷൻ എന്ന് വിളിക്കുന്നു. ഈ സോഷ്യൽ റീഫോർമേഷൻ നടത്താൻ വന്ന വ്യക്തികളെ സോഷ്യൽ റീഫോമേഴ്സ് എന്ന് വിളിക്കുന്നു. ഇനി അത് നടത്താൻ വേണ്ടി അവരോടുള്ള സ്ഥാപനങ്ങളെ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതങ്ങോട്ട് നോക്കി വെച്ചേക്കണം. അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം, ആദ്യമായിട്ട് സമൂഹത്തെ ആധുനികവൽക്കരിക്കാൻ വന്ന വ്യക്തിയുടെ പേരാണ് മക്കളെ രാജാ റാം മോഹൻ റോയ്. സമൂഹത്തെ ആദ്യമായിട്ട് ആധുനികവൽക്കരിക്കാൻ വന്നത് ആരാണ്? രാജാ റാം മോഹൻ റോയ് ആണ്. അപ്പോൾ ആദ്യത്തെ സോഷ്യൽ റീഫോമർ, ഇന്ത്യയിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് മക്കളെ? രാജാ റാം മോഹൻ റോയ് ആണ്. ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? രാജാ റാം മോഹൻ റോയ് ആണ്. ആരാണ്? രാജാ റാം മോഹൻ റോയ് ആണ്. രാജാ റാം മോഹൻ റോയിനെ പറ്റി ചോദിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പോ ബോൺ ഇൻ ബംഗാൾ ഇൻ 1772, രാജാ റാം മോഹൻ റോയ് ജനിച്ചത് എവിടെയാണ്? ബംഗാളിലാണ് ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? ബംഗാളിലാണ്. 1772 1772 ബംഗാളിൽ ജനിച്ച വ്യക്തിയാണ് മക്കളെ ആര്? രാജാ റാം മോഹൻ റോയ്. 1772 ബംഗാളിൽ ജനിച്ച പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാ റാം മോഹൻ റോയ് ആണ്. ഇനി രാജാ റാം മോഹൻ റോയ്ക്ക് ഹിന്ദു മതത്തെ പറ്റി, ഇസ്ലാം മതത്തെ പറ്റി, ക്രിസ്ത്യൻ മതത്തെ പറ്റി, ജൂത മതത്തെ പറ്റിയെല്ലാം അറിവുള്ളവരായിരുന്നു. ഓക്കെ, ഈ പറഞ്ഞ എല്ലാ മതങ്ങളെയും പറ്റി അറിവുള്ളവനായിരുന്നു ആര്? നമ്മുടെ രാജാ റാം മോഹൻ റോയ്. ആരാടാ? രാജാ റാം മോഹൻ റോയ്. ഇനി മൾട്ടിലിംഗൽ സ്കോളർ ആയിരുന്നു, പല ഭാഷകളിലെ പണ്ഡിതനായിരുന്നു അല്ലെ. പല ഭാഷകളിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ രാജാ റാം മോഹൻ റോയ്. അതുപോലെ തന്നെ രാജാ റാം മോഹൻ റോയ് സ്വാധീനിച്ചത് മക്കളെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളാണ്. രാജാ റാം മോഹൻ റോയ് സ്വാധീനിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളാണ്. അപ്പൊ രാജാ റാം മോഹൻ റോയിയെ ഒരു സാമൂഹിക പരിഷ്കർത്താവാൻ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു മക്കളെ? ഫ്രഞ്ച് വിപ്ലവമായിരുന്നു, ഫ്രഞ്ച് റെവല്യൂഷൻ ആയിരുന്നു. ഓക്കെ, പല ഭാഷകളിൽ പാണ്ഡിത്യം നേടിയ ഒരു പണ്ഡിതനായിരുന്നു ആര്? രാജാ റാം മോഹൻ റോയ്. ഇസ്ലാം മതത്തെ പറ്റിയും, ക്രിസ്ത്യൻ മതത്തെ പറ്റിയും, ഹിന്ദു മതത്തെ പറ്റിയും, ജൂത മതത്തെ പറ്റിയും അറിവും വിദ്യാഭ്യാസവും ഉള്ള ഒരാളായിരുന്നു ആര്? നമ്മുടെ രാജാ റാം മോഹൻ റോയ്. ജനിച്ചത് ബംഗാളിലാണ്. 1772 ജനിച്ചത്. ഏത് വർഷമാണ് ജനിച്ചത്? 1772 രാജാ റാം മോഹൻ റോയ് ജനിച്ചത്. അടുത്തത് മക്കളെ രാജാ റാം മോഹൻ റോയുടെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? played a crucial role in abolition സതി. സതി നിരോധിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര്? രാജാ റാം മോഹൻ റോയ്. സതി നിരോധിക്കാൻ, സതി എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ആത്മശാന്തിക്ക് ഭാര്യ എന്ത് ചെയ്യണം? ഭർത്താവിന്റെ ചിതയിലേക്ക് ജീവനോട് ചാടിച്ചാവണം, എന്നാലാണ് ഭർത്താവിന് ആത്മശാന്തി കിട്ടുള്ളൂ. അത് പണ്ടുണ്ട്, അതൊരു അന്ധവിശ്വാസമാണ്, ഒരു അസംബന്ധമായിരുന്നു അല്ലെ. ഓക്കെ, നേരെ മറിച്ച് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ആത്മാവിന് ശാന്തിട്ടാൻ ഭർത്താവ് ചാടിച്ചാവുമായിരുന്നു? ഇല്ല, ഒരിക്കലുമില്ല. ഭർത്താവ് ഒരിക്കലും ചാടിച്ചപ്പെട്ടില്ല. ഓക്കെ, പക്ഷേ ഭാര്യ
ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്തായാലും ചാടി എന്ത് ചെയ്യണം, ചിതയിൽ ചാടിച്ചാവണം. ഓക്കെ, അതായിരുന്നു സതി. ആ സതി നിരോധിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് മക്കളെ ആര്, രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം നൽകുന്നതിനായി ഒരുപാട് ആധുനിക വിദ്യാഭ്യാസം നൽകുന്നതിനായി ഒരുപാട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചു, രാജാറാം മോഹൻ റോയ് ആരംഭിച്ചു. രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് മക്കളെ ബ്രഹ്മസമാജ്. രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് മക്കളെ ഏത്, ബ്രഹ്മസമാജ്. അതുപോലെ നമ്മുടെ ചൈൽഡ് മാരേജ്, പോളിഗമി അതായത് വിഗ്രഹാരാധന, അതുപോലെ ശൈശവ വിവാഹം പോലുള്ള സോഷ്യൽ ഈവിൽ, സാമൂഹിക വിപത്തുകളെ അല്ലെങ്കിൽ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്ത വ്യക്തിയാണ്, എതിർത്ത വ്യക്തിയാണ് മക്കളെ ആര്, രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകണം, സ്ത്രീകൾക്കും സ്വത്തവകാശം നൽകണം എന്ന് വാദിച്ച വ്യക്തിയാണ്. സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകിയിരുന്നില്ല, ആ സമയത്ത് സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകണം, സ്ത്രീകൾക്കും സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് മക്കളെ ആര്, രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ എന്താണ്, ഐഡോലേറ്ററി ആൻഡ് പൊളിറ്റിസം, ഈ രണ്ട് കാര്യങ്ങളെയും എതിർത്ത വ്യക്തിയാണ് ആര്, രാജാറാം മോഹൻ റോയ്. ഐഡോലേറ്ററിയെയും പോളിറ്റിസത്തെയും എതിർത്ത വ്യക്തിയാണ് മക്കളെ ആര്, നമ്മുടെ രാജാറാം മോഹൻ റോയ്. ഓക്കെ, അടുത്തത് ജ്യോതിറാവു ഫൂലെ. അടുത്തൊരു വ്യക്തിയാണ് ജ്യോതിറാവു ഫൂലെ. ഓക്കെ, ജ്യോതിറാവു ഫൂലെ മക്കളെ ലോവർ കാസ്റ്റ്, താഴ്ന്ന ജാതികളുടെയും സ്ത്രീ വിഭാഗത്തിന്റെയും അവകാശങ്ങളെ സംരക്ഷിക്കാനായി പോരാടിയ വ്യക്തിയാണ് മക്കളെ ആര്, നമ്മുടെ ജ്യോതിറാവു ഫൂലെ. എന്താണ്, മഹാരാഷ്ട്രയിലെ താഴ്ന്ന വിഭാഗം, താഴ്ന്ന ജാതിയിൽപ്പെട്ട വ്യക്തികളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ് മക്കളെ ആര്, ജ്യോതിറാവു ഫൂലെ. ആരാടാ, ജ്യോതിറാവു ഫൂലെ. ഇനി ആര് തുടങ്ങിയ ഒരു അസോസിയേഷൻ ആണ് മക്കളെ, സത്യശോധക് സമാജ്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജ് തുടങ്ങിയതുപോലെ ജ്യോതിറാവു ഫൂലെ തുടങ്ങിയതാണ് മക്കളെ എന്ത്, സത്യശോധക് സമാജ്. രാജാറാം മോഹൻ റോയ് എന്ത് തുടങ്ങി, രാജാറാം മോഹൻ തുടങ്ങിയത് ബ്രഹ്മസമാജ്, നമ്മുടെ ജ്യോതിറാവു ഫൂലെ തുടങ്ങിയത് സത്യശോധക് സമാജ്. ജ്യോതിറാവു ഫൂലെ തുടങ്ങിയത് എന്താണ്, സത്യശോധക് സമാജാണ് തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ ഒരു സംഘടന വെച്ചിട്ടാണ് വിഡോ മാരേജ്, വിധവാ പുനർവിവാഹം, പണ്ട് വിധവകളായി കഴിഞ്ഞാൽ സതി അനുഷ്ഠിച്ചെന്തിനും ചിതയിൽ ചാടിച്ചാവണം അല്ലെ. അപ്പോ പിന്നെ സതി നിരോധിക്കാനായിട്ട് ആര് കാരണമായി, രാജാറാം മോഹൻ റോയ് കാരണമായി. അപ്പോ സതി കഴിഞ്ഞാൽ പിന്നെ വിധവകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാൻ പറ്റാ, ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനെ കഴിയണം. ഓക്കെ, അപ്പോ ആ സമയത്താണ് വിധവകൾക്ക് വീണ്ടും കല്യാണം കഴിക്കാം എന്നുള്ള ഒരു ആശയമായിട്ട് ആര് വരുന്നത്, ജ്യോതിറാവു ഫൂലെ വരുന്നത്. ആര് വരുന്നത്, ജ്യോതിറാവു ഫൂലെ വരുന്നത്. അതുപോലെ തന്നെ വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ആര് പ്രാധാന്യം നൽകി, ജ്യോതിറാവു ഫൂലെ പ്രാധാന്യം നൽകി. വിധവകളുടെ മക്കൾക്ക്, വിധവകളുടെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനും ആര് പ്രാധാന്യം നൽകി, ജ്യോതിറാവു ഫൂലെയുടെ സംഘടനയായ സത്യശോധക് സമാജ് പ്രാധാന്യം നൽകി, അല്ലെങ്കിൽ ജ്യോതിറാവു ഫൂലെ പ്രാധാന്യം നൽകി. അതുപോലെ തന്നെ മക്കളെ അദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു, സ്ത്രീകൾക്കും അതുപോലെ ദളിതന്മാർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവര്, ദളിതന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നൽകുന്നതിനായി ഒരുപാട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചു, ജ്യോതിറാവു ഫൂലെ ആരംഭിച്ചു. ഇനി ഇദ്ദേഹത്തെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ബഹുമാനാർത്ഥം മഹാത്മാവ് എന്ന് വിളിക്കാറുണ്ട്. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ബഹുമാനാർത്ഥം ജ്യോതിറാവു ഫൂലെയെ മഹാത്മാ എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്, മഹാത്മാ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് മക്കളെ പണ്ഡിത രമാബായി. അടുത്തൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് പണ്ഡിത രമാബായി. സ്ത്രീയാണ് മക്കളെ പണ്ഡിത രമാബായി. രണ്ട് പുരുഷന്മാരെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഒരു സ്ത്രീയെ പറ്റി പഠിക്കുന്നു, പണ്ഡിത രമാബായി. ഇത്തരത്തിൽ സാമൂഹിക പരിഷ്കരണ രംഗത്ത് മുന്നിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ത്രീയാണ് മക്കളെ ആര്, നമ്മുടെ സ്വന്തം പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി കർണാടകയിൽ ജനിച്ചു വളർന്നവരാണെങ്കിൽ പോലും അവർക്ക് സാൻസ്ക്രിറ്റ് ഭാഷയിലും മറാത്തി ഭാഷയിലും അതുപോലെ ബംഗാളി ഭാഷയിലും ഒരുപാട് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. സാൻസ്ക്രിറ്റ്, മറാത്തി, ബംഗാളി ഈ ഭാഷകളെല്ലാം വിദ്യാഭ്യാസം നേടി വിദ്യാസമ്പന്നയായ വ്യക്തിയാണ് മക്കളെ ആര്, നമ്മുടെ സ്വന്തം പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. ഇനി രമാബായിക്ക് പണ്ഡിത എന്ന ടൈറ്റിൽ നൽകിയിട്ടുണ്ട്. പണ്ഡിത, അതുകൊണ്ട് ആ പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. രമാബായി എന്നാണ് പേര്, പക്ഷെ അവരുടെ ടൈറ്റിൽ ആണ് എന്ത്, പണ്ഡിത, വിളിപ്പേരാണ് മക്കളെ പണ്ഡിത എന്ന് വിളിക്കാൻ കാരണം എന്താണ്, വിളിക്കുന്നത് ആരാണ്, യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട സർവകലാശാലയിലെ അധ്യാപകരാണ്. അവരുടെ വിവരം സംസ്കൃത ലിറ്ററേച്ചർ, ഓക്കെ, സംസ്കൃത സാഹിത്യത്തിലുള്ള പണ്ഡിത രമാബായിയുടെ വിദ്യാഭ്യാസം, അറിവ് പരിഗണിച്ചുകൊണ്ട് കൽക്കട്ട സർവകലാശാലയിലെ അധ്യാപകർ അവരെ വിളിച്ച പേരാണ് പണ്ഡിത എന്ന്. എന്താ വിളിച്ചത്, പണ്ഡിത എന്നാണ് വിളിച്ചത്. ഓക്കെ, ഇനി പണ്ഡിത രമാബായി എന്താണ്, ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹത്തെ എതിർത്തു. അതുപോലെ തന്നെ വിഡോസ് ആൻഡ് ഗേൾസ്, സ്ത്രീകൾക്കും വിധവകൾക്കും വിദ്യാഭ്യാസം നൽകുന്നതിനായി ഒരുപാട് സ്കൂളുകളും ആരംഭിച്ചു, പണ്ഡിത രമാബായി ആരംഭിച്ചു. വിധവകൾക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ഒരുപാട് സ്കൂളുകൾ ആരംഭിച്ചു, പണ്ഡിത രമാബായി ആരംഭിച്ചു. ഇനി
ആര്യമഹിളാ സമാജ് എന്ന സംഘടന പണ്ഡിത രമാബായി കൊണ്ടുവന്ന സംഘടനയാണ് മക്കളെ എന്ത്? ആര്യമഹിളാ സമാജ്. ആര്യമഹിളാ സമാജ് കൊണ്ടുവന്നത് ആരാടാ? പണ്ഡിത രമാബായി ആണ്. അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞതുപോലെ ശാരദ സദൻ എന്ന് പറയുന്ന റീഹാബിലിറ്റേഷൻ സെന്റർ, സ്ത്രീകൾക്കും വിധവകൾക്കും താമസിക്കാനുള്ള, അല്ലെങ്കിൽ സ്ത്രീകളെയും വിധവകളെയും വിന്യസിക്കാനുള്ള, അവരെ വിചിന്തനം ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും വിദ്യാഭ്യാസം നൽകാൻ, അവരെ റിഹാബ് ചെയ്യാനായിട്ട് നമ്മുടെ പണ്ഡിത രമാബായി കൊണ്ടുവന്ന ഒരു സംഘടനയാണ് മക്കളെ ഏത്? ശാരദ സദൻ. ഏതാടാ? ശാരദ സദൻ. അതുപോലെ തന്നെ പ്രൊജക്ട് മുക്തി മിഷൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്, ഒരു പദ്ധതി നടപ്പിലാക്കി. മുക്തി മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ആര് നടപ്പിലാക്കി? പണ്ഡിത രമാബായി നടപ്പിലാക്കി. എന്തിനു വേണ്ടിയാണ് നടപ്പിലാക്കിയത്? സ്ത്രീകൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകാൻ. എന്തിനു വേണ്ടിയാടാ? സ്ത്രീകൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയും ആര് നടപ്പിലാക്കി? പണ്ഡിത രമാബായി നടപ്പിലാക്കി. ഓക്കെ, ഇനി പണ്ഡിത രമാബായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1889 ബോംബെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ബോംബെ സമ്മേളനത്തിൽ, കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിൽ പങ്കെടുത്തൊരു വനിതയാണ് മക്കളെ ആര്? പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. ആരാടാ? പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മക്കളെ ഇത് പഠിക്കണം. ഈ ഒരു ടേബിള് പഠിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും. ഇത് പഠിക്കാൻ ഒരു കോഡ് ഞാൻ പറഞ്ഞു തരാം. ഇത് പഠിക്കാൻ ഒരു കോഡ്, എല്ലാം നമുക്ക് ആ കോഡ് ഉപയോഗിച്ച് പഠിക്കാം. എന്നാൽ കുറെ എണ്ണം നമുക്ക് ഒരു 6 എന്ത് ചെയ്യാം? കോഡ് ഉപയോഗിച്ച് പഠിക്കാം. അരേ, ആ കോഡ് ഇതാണ് മക്കളെ, ഒന്ന് എഴുതി വെച്ചോ. അരേ രാമസ്വാമി, അരേ രാമസ്വാമി അലിഖാന്റെ കൂടെ, അലിഖാന്റെ കൂടെ, അലിഖാന്റെ കൂടെ, അലിഖാന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആത്മീയതയിലേക്ക് പോയി, ആത്മീയതയിലേക്ക് പോയി, ആത്മീയതയിലേക്ക് പോയി, ആത്മീയതയിലേക്ക് പോയി. അരേ രാമസ്വാമി അലിഖാന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആത്മീയതയിലേക്ക് പോയി, ആത്മീയതയിലേക്ക് പോയി. ഇനി ആ കോഡ് എങ്ങനെ ഡീകോഡ് ചെയ്യണം എന്ന് പറഞ്ഞുതരാം. ഓക്കെ, അരേ രാമസ്വാമി, ഇത് നോക്കാം, ഞാൻ ഈ കളർ മാറ്റി എഴുതാം. അരേ രാമസ്വാമി എന്ന് പറഞ്ഞാൽ മക്കളെ, അരേ എന്ന് പറഞ്ഞാൽ മക്കളെ ആര്യ സമാജാണ്. അരേ എന്ന് പറഞ്ഞാൽ മക്കളെ ആര്യ സമാജാണ്. അരേ എന്ന് പറഞ്ഞാൽ മക്കളെ ആര്യ സമാജും. രാമ എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണ മിഷനുമാണ്. ഓക്കെ, അപ്പൊ അരേ രാമസ്വാമിയിൽ അരേ എന്ന് പറഞ്ഞാൽ ആര്യ സമാജും, രാമ എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണ മിഷനുമാണ്. ഓക്കെ, എന്താണ് അരേ രാമസ്വാമി എന്നാണ് അല്ലേ? സ്വാമി എന്നാണ്. നിങ്ങൾ നോക്കടാ, ആര്യ സമാജം തുടങ്ങിയത് ഒരു സ്വാമിയാണ്, രാമകൃഷ്ണ മിഷനും തുടങ്ങിയത് ഒരു സ്വാമിയാണ്. അപ്പോ ആര്യ സമാജും രാമകൃഷ്ണ മിഷനും സ്വാമിമാരാണ്. ഇനി സ്വാമിമാരെ മാറാതിരിക്കാൻ ആര്യ വന്നാൽ മക്കളെ സരസ്വതി ഉണ്ട്. ആര്യ വന്നാൽ മക്കളെ സരസ്വതി ഉണ്ട്. അപ്പൊ ആര്യ സമാജം തുടങ്ങിയത് ഏത് സ്വാമിയാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ വന്നാൽ ഏത് സ്വാമിയാണ്? സ്വാമി വിവേകാനന്ദ. അടുത്തത് മക്കളെ അലിഖാന്റെ കൂടെ, അലിഖാന്റെ കൂടെ. അലി വന്നാൽ മക്കളെ അലിഗട്ട് മൂവ്മെന്റ്, അലിഗട്ട് പ്രസ്ഥാനം. അലി വന്നാൽ മക്കളെ അലിഗട്ട് മൂവ്മെന്റ്. ഖാൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഖാൻ ഏതാടാ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഖാൻ ഏതാടാ മക്കളെ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. പ്രാർത്ഥിക്കാൻ ആത്മീയതയിലേക്ക് പോയി. പ്രാർത്ഥിക്കാൻ മക്കളെ പ്രാർത്ഥനാ സമാജ്. പ്രാർത്ഥിക്കാൻ മക്കളെ പ്രാർത്ഥനാ സമാജ്. ഇനി ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥിക്കാൻ ആത്മീയതയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗാണ്. ഇനി തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ട്. തിയോസഫിക്കൽ സൊസൈറ്റി കൊണ്ടുവന്നത് ആരാണ്? മാഡം ബ്ലവറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്നിട്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റി കൊണ്ടുവന്നത്. അടുത്തത് ഹിതകാരിണി സമാജ്. ഇനിയുള്ളത് നിങ്ങൾ എന്തായാലും പഠിക്കണം, കാണാപ്പാഠം പഠിക്കണം. ഹിതകാരിണി സമാജ്. ഹിതകാരിണി സമാജ് കൊണ്ടുവന്നത് ആരാണ്? വീരേശലിംഗം പന്തുലു. വീരേശലിംഗം പന്തുലു. നമ്മുടെ ഹിതകാരിണി സമാജ് സ്ഥാപിച്ചത് ആരാടാ? വീരേശലിംഗം പന്തുലു ആണ്. ഇനി സ്വാഭിമാന പ്രസ്ഥാനം ആരാടാ? സ്വാഭിമാന പ്രസ്ഥാനം
EV രാമസ്വാമി നായ്ക്കറാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം നമുക്കറിയാം, SNDP ആരാണ്? ഗുരു, ശ്രീനാരായണ ഗുരു അല്ലെ. ഇനി സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഇതും ഞാൻ പറഞ്ഞുതരാം. എടാ, സാധുക്കളാണ് നമ്മുടെ അടുത്ത് കാശ് ചോദിച്ചു വരുന്നത് അല്ലെ. സാധുക്കളാണ് നമ്മുടെ റോട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ പൈസ ചോദിച്ചൊക്കെ വരുന്നത് അല്ലെ. പൈസ ഉള്ള ആൾക്കാർ അങ്ങനെ പൈസ ചോദിച്ചു വരോ? ഇല്ല, സാധുക്കളാ വരാം. ഈ സാധുക്കൾ എങ്ങനെയാ വരാം? അയ്യാ വല്ലതും തന്നെ എന്നല്ലേ പറയാ അല്ലെ. അയ്യാ വല്ലതും തന്നെ. അവർ അപമാനിക്കുന്നതല്ല, അവർ കോഡ് പറയുന്നതാണ്. അവർ നമ്മുടെ തന്നെ അയ്യാ വല്ലതും തന്നെ എന്നൊക്കെ പറഞ്ഞാണ് അവർ വരാം. അവരുടെ അവസ്ഥ അതാണ് അല്ലെ, പാവങ്ങളാണ്. ഓക്കെ, അപ്പൊ സാധുക്കളാണ് അവര് അല്ലെ. അപ്പോ സാധു അയ്യങ്കാളി അല്ലെ. സാധുക്കൾ എന്നത് അയ്യാന്നും പറഞ്ഞാണ് വരുന്നത്. അപ്പൊ സാധുക്കൾ എന്താണ്? സാധുജന പരിപാലന സംഘം എന്താണ്? അയ്യങ്കാളിയാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോ ഇതൊരു കോഡിട്ട് ഇങ്ങനെ പഠിച്ചു വെക്കാം. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് മക്കളെ, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, രാഷ്ട്രീയ സംഘടനകളുടെ രൂപീകരണം. അപ്പോ ഇന്ത്യയില് പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ സമരങ്ങൾ നടക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ. അപ്പോ അത് രാഷ്ട്രീയ സംഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയമായിട്ട് തന്നെ നടത്തണം എന്നുള്ളൊരു ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും 19ാം നൂറ്റാണ്ടിലെ 2ാം പകുതി ആയപ്പോഴേക്കും പല രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാവാൻ തുടങ്ങി. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് പല രാഷ്ട്രീയ സംഘടനകളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് ഉണ്ടാവാനായിട്ട് തുടങ്ങി. അതിൽ ചിലതാണ് മക്കളെ. ഒന്ന്, ഇന്ത്യൻ അസോസിയേഷൻ കൊണ്ടുവന്നത് ആരാടാ? ഇന്ത്യൻ അസോസിയേഷൻ കൊണ്ടുവന്നത് സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസുമാണ്. ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്ന് കൊണ്ടുവന്നതാണ് ഇന്ത്യൻ അസോസിയേഷൻ. ഇത് എവിടെയാണ് സ്ഥാപിച്ചത്? കൽക്കട്ടയിലാണ് സ്ഥാപിച്ചത്. എവിടെയാ സ്ഥാപിച്ചത്? കൽക്കട്ടയിലാണ്. അടുത്തത് മദ്രാസ് മഹാജൻ സഭ എവിടെയാ സ്ഥാപിച്ചത്? ആ പേരിൽ നിന്ന് തന്നെ കിട്ടും, മദ്രാസിലാണ്. സ്ഥാപിച്ച ആളുകളുടെ പേര് നോക്കണം. ഒന്ന്, വീരരാഘവാചാര്യർ. ഒന്നാമത്തെ ആളാരാടാ? വീരരാഘവാചാര്യർ. അടുത്തത് സുബ്രഹ്മണ്യ അയ്യർ. അടുത്തത് ആനന്ദ ചാർലു. ഇവരുടെ 3 പേരെയും പേരൊരു തമിഴ് ടച്ച് ഉണ്ട് അല്ലെ. മദ്രാസ് തമിഴ്നാട്ടിലാണെന്ന് അറിയാം. അപ്പോൾ ഒരു തമിഴ് ടച്ച് ഉണ്ട്. നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കിയെടുക്കാം. മാത്സ് ഫോളോയിങ് വന്ന മക്കളെ രക്ഷപ്പെട്ടു. ആ ഒരു ടച്ച് നോക്കി, തമിഴ് ടച്ച് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചെടുക്കാനായിട്ട് പറ്റും അല്ലെ. മദ്രാസ് മഹാജൻ സഭ മദ്രാസിലാണ്. ആരൊക്കെ ചേർന്നിട്ടാണ്? വീരരാഘവാചാര്യരുണ്ട്, സുബ്രഹ്മണ്യ അയ്യരുണ്ട്, അതുപോലെ ആനന്ദ ചാർലു ഉണ്ട്. അടുത്ത മക്കളെ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. അതിലും പേരിൽ തന്നെ സ്ഥലം കിട്ടും. എവിടെയാണ് സ്ഥാപിച്ചത്? ബോംബെയിലാണ് അല്ലെ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എവിടെയാണ്? ബോംബെയിലാണ്. ആരൊക്കെ ചേർന്നാ സ്ഥാപിച്ചത്? ഫിറോസ് ഷാ മേത്ത. ഒന്നാമത്തെ ആള് ഫിറോസ് ഷാ മേത്ത. രണ്ടാമത്തത് KT തലാങ്. രണ്ടാമത്തെ ആൾ ആരാടാ? KT തലാങ് ആണ്. മൂന്നാമത്തത് ബദറുദ്ദീൻ ത്യാബ്ജി. മൂന്നാമത്തെ ആൾ ആരാടാ? ബദറുദ്ദീൻ ത്യാബ്ജിയുമാണ്. മൂന്നാമത്തെ ആൾ ആരാടാ മക്കളെ? ബദറുദ്ദീൻ ത്യാബ്ജിയുമാണ്. ഓക്കെ, നോക്കിയേക്കാം. അപ്പോ ഇത് വായിച്ച് പഠിക്കണം. മാത്സ് ഫോളോയിങ് ആയിട്ട് ഇതും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്തത് മക്കളെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അങ്ങനെ പിന്നീട് രാഷ്ട്രീയ സംഘടന എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ രാഷ്ട്രീയ സംഘടനകൾ കൂടാതെ നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് പാർട്ടി എന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഈ കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യയിൽ രൂപപ്പെട്ടു. ആ കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നാണ് പഠിക്കാനുള്ളത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, എയിംസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അത് പഠിക്കണം. എന്താണ്? To foster friendly relation among political association activities in different parts of India. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ സംഘടന, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഒരു എന്താണ് ഫ്രണ്ട്ലി റിലേഷൻ ഉണ്ടാക്കുക അല്ലെ. പല സ്ഥലത്ത് പല രാഷ്ട്രീയ സംഘടനകൾ നടക്കുന്നുണ്ട്, രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, രാഷ്ട്രീയ പരിപാടികൾ നടക്കുന്നുണ്ട്, പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി റിലേഷൻ, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാം. അടുത്ത് ടു ഫോസ്റ്റർ ആൻഡ് സ്ട്രെങ്തൻ എ സെൻസ് ഓഫ് നാഷണൽ യൂണിറ്റി റെസ്പെക്ട് ഓഫ് കാസ്റ്റ്, റിലീജിയൻ ആൻഡ് പ്രൊവിൻസ്. നോക്കിയേ, ജാതി, മതം, അതുപോലെ പ്രദേശം, ഇതിനേക്കാളെല്ലാം ഉപരിയായിക്കൊണ്ട് ഒരു ദേശീയ ഐക്യം, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും അവകാശങ്ങൾ വേണമെന്ന ഐക്യം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഫോർമുലേറ്റ് ആൻഡ് ഗിവ് ഷേപ്പ് ടു കോമൺ നീഡ്സ് ആൻഡ് പ്രസന്റ് ദം ടു ബ്രിട്ടീഷ് ഗവൺമെന്റ്. അതായത് എല്ലാവർക്കും വേണ്ട അവകാശങ്ങൾ, കോമൺ നീഡ്സ്, എല്ലാവർക്കും വേണ്ട അവകാശങ്ങൾ കണ്ടെത്തുകയും അതിന് രൂപം നൽകുകയും അത് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ അവതരിപ്പിക്കുകയും അത് നേടിയെടുക്കാൻ സമരം ചെയ്യുകയും ചെയ്തത് ഏത് പാർട്ടിയാണ്? നമ്മുടെ കോൺഗ്രസ് പാർട്ടിയാണ്.
അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് അത് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എന്താണ് ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തി, രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തി മുന്നോട്ടേക്ക് പോകാൻ ആര് ശ്രമിച്ചു? കോൺഗ്രസ് പാർട്ടി ശ്രമിച്ചു. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, PSC പോലുള്ള കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് എന്താണ് സെന്റേഴ്സ് ഒരുക്കുക, സാഹചര്യം അല്ലെ കേന്ദ്രങ്ങൾ ഒരുക്കുക എന്നുള്ളതും ആരുടെ ലക്ഷ്യമായിരുന്നു? കോൺഗ്രസിന്റെ ലക്ഷ്യമായിരുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യമായിരുന്നു. ഓക്കെ, അടുത്തത് പാർട്ടീഷൻ ആൻഡ് ഡിവിഷൻ. അപ്പോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സമരങ്ങൾ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാർ എന്താ ശ്രമിച്ചത്? അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, ഇല്ലെങ്കിൽ അവരുടെ ഭരണം പോകുന്നവർക്കറിയാം. അപ്പൊ ആ ഭരണം വീണ്ടെടുക്കാനായി, ആ ഭരണത്തിൽ കൂടുതൽ ശക്തി ആർജിക്കാനായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പല കാര്യങ്ങളും നടപ്പിലാക്കി. അതിലൊന്നായിരുന്നു വിഭജിച്ച് ഭരിക്കുക എന്നുള്ളത്. ഇന്ത്യയെ പല പ്രദേശങ്ങളാക്കി വിഭജിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ തന്ത്രമായിരുന്നു. ഓക്കെ, അപ്പോ അത്തരത്തിൽ അവർ ചെയ്തൊരു കാര്യമാണ് മക്കളെ ബംഗാൾ വിഭജനം. ബംഗാളിനെ ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളുമാക്കി മാറ്റി. ബംഗാളിനെ ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളുമാക്കി മാറ്റി. അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്ത മക്കളെ ലോർഡ് കഴ്സൺ ആണ്. കഴ്സൺ പ്രഭുവാണ് ബ്രിട്ടീഷ് വൈസ്രോയ് ആയിരുന്ന കഴ്സൺ പ്രഭുവാണ് ബംഗാളിനെ ഇത്തരത്തിൽ എന്താണ് ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളുമാക്കി മാറ്റണം എന്നാവശ്യപ്പെട്ടത്. എന്തിനു വേണ്ടിയാണ്? ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതായിരുന്നു അല്ല, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഭരണം കാര്യക്ഷമമാക്കലായിരുന്നില്ല, ഭരണം കൂടുതൽ എഫക്റ്റീവ് ആക്കലായിരുന്നില്ല അവരുടെ ലക്ഷ്യം. എന്താണ്? സ്വാതന്ത്ര്യ സമരത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുക, സ്വാതന്ത്ര്യ സമരത്തിന്റെ ശക്തി കുറയ്ക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടുവന്നത്? ബംഗാൾ വിഭജനം കൊണ്ടുവന്നത്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് അതിനു വേണ്ടിയായിരുന്നു. ഓക്കെ, ഇനി ബംഗാളിനെ ഈസ്റ്റ് ബംഗാൾ എന്നും വെസ്റ്റ് ബംഗാൾ എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തു. പശ്ചിമ ബംഗാൾ എന്നും കിഴക്കൻ ബംഗാൾ എന്നും രണ്ടായിക്കൊണ്ട് ബംഗാളിനെ ക്ലാസിഫൈ ചെയ്തു. ഈസ്റ്റ് ബംഗാൾ ഒരു മുസ്ലിം മെജോറിറ്റി സെന്റർ ആയിരുന്നപ്പോൾ വെസ്റ്റ് ബംഗാൾ ഒരു ഹിന്ദു മെജോറിറ്റി പ്രദേശമായിരുന്നു. ഓക്കെ, ഈസ്റ്റ് ബംഗാളിൽ മുസ്ലിങ്ങളായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ ഹിന്ദുക്കളായിരുന്നു മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മക്കളെ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്, മിതവാദികളും അതുപോലെ തീവ്ര ദേശീയവാദികളും. മിതദേശീയവാദികളും മക്കളെ തീവ്ര ദേശീയവാദികളെയും പറ്റി പഠിക്കണം. മിതദേശീയവാദികൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ തന്നെ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ട് സമരം ചെയ്യാൻ തയ്യാറായിരുന്നില്ല, ബ്രിട്ടീഷുകാരുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടലിന് തയ്യാറാവാത്ത ആളുകൾ ഉണ്ടായിരുന്നു. അവരെയാണ് മക്കളെ മോഡറേറ്റ്സ് അഥവാ മിതദേശീയവാദികൾ. അതായത് അവർ വലിയ വലിയ പോരാട്ടങ്ങളിലേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല, ചെറിയ സമരങ്ങൾ നടത്തി, നേരിട്ട് സമരം ചെയ്യാതെ ചെറിയ സമരങ്ങൾ നടത്തിക്കൊണ്ട് സ്വാതന്ത്ര്യം നേടാൻ ശ്രമിച്ചവരാണ് മിതദേശീയവാദികൾ. ഓക്കെ, അവരാണ് മക്കളെ കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗം. അതിലെ പ്രധാനപ്പെട്ട ആളുകളാണ് ഫിറോസ് ഷാ മേത്ത, ഗോപാൽ കൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. ഇങ്ങനെയുള്ള ആളുകളായിരുന്നു മിതദേശീയവാദികൾ. ഓക്കെ, അപ്പോ അവരെന്താണ്? അവർ സമാധാനപരമായ സമരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് പ്രസംഗങ്ങളിലൂടെ, ഒരുപാട് സമ്മേളനങ്ങളിലൂടെ, ഒരുപാട് എന്താണ് ബ്ലഡ്ലെസ് സ്ട്രഗിൾസ് അല്ലേ, എന്താണ് തല്ലുകൊള്ളാതെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ പോറലേൽപ്പിക്കാതെ സമാധാനത്തിന്റെ പാതയിലുള്ള സമരങ്ങൾക്കാണ് ആര് പ്രാധാന്യം കൊടുത്തത്? മിതദേശീയവാദികൾ പ്രാധാന്യം കൊടുത്തത്, മോഡറേറ്റുകൾ പ്രാധാന്യം കൊടുത്തത്. ഓക്കെ, എന്നാൽ അപ്പുറത്ത് വേറൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവരാണ് മോഡറേറ്റുകളോട് സഹിക്കാൻ വയ്യാതെ, മോഡറേറ്റുകളുടെ ആശയങ്ങളോട് യോജിക്കാൻ കഴിയാതെ കോൺഗ്രസിലെ മറ്റൊരു പ്രബല വിഭാഗമായിരുന്നു മക്കളെ എക്സ്ട്രീമിസ്റ്റ്. എന്താണ്? തീവ്ര ദേശീയവാദികൾ. അവർ കൈക്ക് കൈ, തലയ്ക്ക് തല, കൊല്ലണം, വെട്ടണം, തിരിച്ചു കൊല്ലണം എന്നുള്ള, തിരിച്ചടിക്കാനുള്ള ഒരു ആർജവമുള്ള ആളുകളായിരുന്നു തീവ്ര ദേശീയവാദികൾ. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് മക്കളെ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, അതുപോലെ ലാലാ ലജ്പത് റായ്. ഇവരൊക്കെയായിരുന്നു തീവ്ര ദേശീയവാദികളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. അപ്പോ ഇവര് സ്വദേശി പ്രസ്ഥാനം പോലെ, അതുപോലെ തന്നെ ബോയ്ക്കോട്ട് മൂവ്മെന്റ് പോലുള്ള പ്രധാനപ്പെട്ട സമരരീതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. സ്വാതന്ത്ര്യ സമരത്തെ അവരെന്ത് ചെയ്തത്? മുന്നോട്ടേക്ക് കൊണ്ടുപോയത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹോം റൂൾ പ്രസ്ഥാനത്തെ പറ്റി പഠിക്കണം. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് 1914 ഹോം റൂൾ പ്രസ്ഥാനം വരുന്നത്. ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തത് മക്കളെ ആനി ബെസന്റും ബാലഗംഗാധര തിലകുമാണ്. ആനി ബെസന്റും ബാലഗംഗാധര തിലകുമാണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. വേൾഡിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ലോകത്തുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് മക്കളെ ഹോം റൂൾ ലീഗ്. അതിൽ ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തത് ബാലഗംഗാധര തിലകും ആനി ബെസന്റുമാണ്. ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആനി ബെസന്റും ബാലഗംഗാധര തിലകുമാണ്.
ഓക്കെ, അപ്പോ ഇതിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ മക്കളെ എന്താണ്? ഹോം റൂൾ പ്രസ്ഥാനം, സെൽഫ് ഗവൺമെന്റ്, സ്വയം ഭരണം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഹോം റൂളിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഹോം റൂളിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? സ്വയം ഭരണം, സെൽഫ് ഗവൺമെന്റ് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോ ആനി ബസന്റ് ആയാലും ബാലഗംഗാധര തിലകായാലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനത്തെ പ്രചരിപ്പിക്കുന്നു, ജനങ്ങളെ ഹോം റൂൾ പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരാക്കാൻ തുടങ്ങി. അപ്പോ ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി ഇവരെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇത് ഒരു ബുദ്ധിമുട്ടാണ്, ബ്രിട്ടീഷ് ഭരണത്തിന് ബുദ്ധിമുട്ടാണ്, ജനങ്ങൾ സ്വയം ഒരു ഗവൺമെന്റ് വേണം, സ്വയാധികാരം വേണം എന്നുള്ള ആവശ്യത്തോടെ സർക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്യുന്നു. ആനി ബസന്റിനെ എന്ത് ചെയ്തടാ? അറസ്റ്റ് ചെയ്തു. ആനി ബസന്റിനെ ബ്രിട്ടീഷുകാര് അറസ്റ്റ് ചെയ്തു. ഓക്കെ, ഒടുവിൽ ജയിലിൽ നിന്ന് റിലീസ് ആയിക്കൊണ്ട് ആനി ബസന്റ് എവിടെ എത്തി? കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനം 1917 കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ എത്തുകയും അങ്ങനെ ആദ്യത്തെ കോൺഗ്രസിന്റെ വുമൺ പ്രസിഡന്റ്, സ്ത്രീ പ്രസിഡന്റ് ആയിട്ട് ആര് മാറി? ആനി ബസന്റ് മാറി. ആദ്യത്തെ കോൺഗ്രസിന്റെ സ്ത്രീ പ്രസിഡന്റ്, വനിതാ അധ്യക്ഷയായിട്ട് ആര് മാറി? നമ്മുടെ ആനി ബസന്റ് മാറി എന്നുള്ളതാണ് ചരിത്രം. അടുത്തത് മക്കളെ യൂണിറ്റി ഇൻ ലക്നൗ. അപ്പോ 1916 ലക്നൗ സമ്മേളനത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മിതവാദികളും തീവ്ര ദേശീയവാദികളും മിതദേശീയവാദികളും സ്പ്ലിറ്റ് ആയിരുന്നു, രണ്ട് വിഭാഗമായിരുന്നു. അവർ കോൺഗ്രസിൽ ഒന്നിച്ചത് 1916 ലക്നൗ സമ്മേളനത്തോടുകൂടിയാണ്. അപ്പോൾ അവർ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി സ്വാതന്ത്ര്യം നേടാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രണ്ടായി പോയ ആളുകൾ ഒന്നിച്ചു നിന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. മിതദേശീയവാദികളും തീവ്ര ദേശീയവാദികളും 1916 ലക്നൗ സമ്മേളനത്തോടെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാൻ, സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നിച്ചു നിന്ന് പോരാടാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. അതുപോലെ തന്നെ മക്കളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ മറ്റ് ചില സമിതികളും മറ്റ് ചില സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അഥവാ ദേശീയ പ്രസ്ഥാനത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഓക്കെ, കോൺഗ്രസ് അല്ലാതെ മറ്റ് പ്രസ്ഥാനങ്ങളും മറ്റ് പാർട്ടികളും ഇത്തരത്തിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന്റെ ചില പേരുകളാണ്: അനുശീലൻ സമിതി ബംഗാളിലാണ് കൊണ്ടുവന്നത്, സചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും ചേർന്നാണ് മക്കളെ എന്ത് കൊണ്ടുവന്നത്? അനുശീലൻ സമിതി കൊണ്ടുവന്നത്. അനുശീലൻ സമിതി കൊണ്ടുവന്നതിന്റെ നേതാക്കന്മാരാരൊക്കെയാണ്? സചീന്ദ്രനാഥ് സന്യാളും അരബിന്ദോ ഘോഷുമായിരുന്നു. ഇനി ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിലാണ് കൊണ്ടുവന്നത്. അതിന്റെ നേതാക്കന്മാരാരൊക്കെയാണ്? നീലകാന്ത ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. ആരൊക്കെയാടാ? നീലകാന്ത ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. ഇവർ 3 പേരുമായിരുന്നു ഭാരത് മാതാ അസോസിയേഷന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് യുഗാന്തർ പാർട്ടി. യുഗാന്തർ മക്കളെ ബംഗാളിലാണ് കൊണ്ടുവന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം ഉയർന്നു വന്നിരിക്കുന്നത് ബംഗാളിലാണ്. ബംഗാളിൽ ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്? റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസുമാണ് യുഗാന്തർ എന്ന് പറയുന്ന പാർട്ടിക്ക് ബംഗാളിൽ നേതൃത്വം കൊടുത്തത്. അടുത്തത് മക്കളെ ഗദർ പാർട്ടി അമേരിക്കയിലാണ് ഗദർ പാർട്ടി തുടങ്ങിയത്. ഗദർ പാർട്ടി തുടങ്ങിയ വ്യക്തി ലാലാ ഹർദയാലാണ്. ഇത്രയുള്ള ഈ ഒരു പാഠം വളരെ ചെറിയൊരു പാഠമാണ്. കുറച്ചധികം ആളുകളുടെ പേരും കുറച്ചധികം സംഘടനകളുടെ പേരും അവരുടെ സ്ഥാപിച്ച സ്ഥലങ്ങളും ലീഡേഴ്സിന്റെ പേരും ഒക്കെ എന്തായാലും നിങ്ങൾ പഠിക്കണം. വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കി പഠിച്ചാൽ പെട്ടെന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. കുറച്ച് പേരുകൾ പഠിക്കണം, അത് മാത്രമേ അത് ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ആശയം മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അതിനാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.